പ്രതിസന്ധികൾ അവസരമാക്കി മാറ്റുന്നവരാണ് മലയാളികൾ. അസാധ്യമായി ഒന്നുമില്ലെന്ന് ലോകത്തെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നവർ. അല്ലെങ്കിൽ വധശിക്ഷ കാത്ത് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന മുഹമ്മദ് റഹീമിനെ ഒരുമയോടെ ചേർന്ന് രക്ഷിക്കാൻ ഈ ലോകത്ത് മറ്റാർക്ക് കഴിയും? ഇതായിരുന്നു തുടക്കം. എന്താകും, എവിടെ എത്തുമെന്നറിയാതെ രണ്ടും കൽപ്പിച്ചുള്ള ആരംഭം. ഒരു മനുഷ്യനോട് കുറെ പേർക്ക് തോന്നിയ അനുകമ്പ, സ്നേഹം, ഒരമ്മയുടെ കണ്ണീരും പ്രാർത്ഥനയും സഫലമാക്കാനുള്ള പ്രവാസികളുടെ പരിശ്രമം. ഫണ്ടിന്റെ ഫ്ലോ വളരെ കുറവുള്ള സമയത്താണ് ബിരിയാണി ചലഞ്ചിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും. ആ സമയത്ത് ബിരിയാണി ചലഞ്ച് എന്നുള്ളവർ ഇത് കൂടി ആലോചിക്കുകയും ബിരിയാണി ചലഞ്ച് പെരുന്നാളിന്റെ വെറും 4 ദിവസം മുമ്പ് ആണ് തീരുമാനിക്കുന്നതും ആ ബിരിയാണി ചലഞ്ചിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതും റിയാദിലുള്ള പൊതുസമൂഹം മൊത്തം ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയും ആ സമയത്ത് ഇതിലേക്ക് ഇറങ്ങുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബിരിയാണി ചലഞ്ചിൽ കൂടി ഏകദേശം 52 ലക്ഷം രൂപ സ്വരൂപിക്കാൻ കഴിഞ്ഞത്. ആകെ കിട്ടിയത് 52 ലക്ഷം രൂപ, വേണ്ടത് 34 കോടി. മുന്നിൽ മരുഭൂമി പോലെ പരന്നു കിടന്ന ശൂന്യത, അകത്ത് ശവാൽ നിലാവ് പോലെ മനുഷ്യത്വം. ക്രമേണ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ സന്ദേശം പടർന്നു. കൊടുങ്കാറ്റിലകപ്പെട്ട കാട്ടുതീ പോലെ വാർത്ത 4 പാടും പടർന്നു. റിയാദ്, ദമാം, ജിദ്ദ, സൗദിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് മാത്രമല്ല അതിർത്തികൾക്കപ്പുറത്തും കേരളത്തിലുമെല്ലാമായി ഒരേ മനസ്സോടെ പ്രാർത്ഥനയോടെ മലയാളികൾ ഒന്നിച്ചു. അബ്ദുൾ റഹീം സഹായ നിധിയിലേക്ക് പണം പ്രവഹിച്ചു തുടങ്ങി. എല്ലാ സമയങ്ങളിലും ഈ ക്രൗഡ് ഫണ്ടിങ് ആരംഭിച്ചത് മുതൽ റഹീം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ദിവസത്തിൽ ഒരു തവണയെങ്കിലും ബന്ധപ്പെടാറുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവൻ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം സന്തോഷവാനാകുകയും ആ സന്തോഷം അവൻ എന്നിലൂടെ പുറം ലോകത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൗഡ് ഫണ്ടിങ്ങിൽ പങ്കെടുത്ത എല്ലാവരോടും റഹീമിന്റെ കുടുംബത്തിനും വേണ്ടി നന്ദി അറിയിക്കുകയാണ്. സൗദിയിലും കേരളത്തിലുമായി വ്യത്യസ്ത സംഘങ്ങൾ ദൗത്യം ഏറ്റെടുത്തു. ആരും നിർബന്ധിക്കാതെ തന്നെ കൈവൈ മറന്ന് എല്ലാവരും ഒത്തുചേർന്നു. രാഷ്ട്രീയമോ മതമോ മറ്റ് വേർതിരിവുകളോ ആർക്കും ഉണ്ടായില്ല. നാട്ടിലും മറുനാട്ടിലുമായി റഹീമിനു വേണ്ടി ജനം തോളോട് തോൾ ചേർന്നു. ഫണ്ട് റിയാദിൽ എത്തിക്കഴിഞ്ഞാൽ അതുമായി സൗദി അറേബ്യയുടെ നിയമവ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ മോചനത്തിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അത് ഏകദേശം ഇന്നോ നാളെയോ എല്ലാവരും പറയുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല, മറിച്ച് 1 or 2 ഒരുപക്ഷെ അത് 6 മാസം വരെ നീളാനും ഉള്ള സാധ്യതയുണ്ട്. മറ്റുള്ള ഊഹാപോഹങ്ങളൊക്കെ തന്നെ വെറുതെ ഓരോരുത്തർ പ്രചരിപ്പിക്കുന്നതാണ്. 34 കോടി വേണ്ടെടുത്ത് 34,45,46,568 രൂപ. ഇതിൽ 2.5 കോടി രൂപയിലധികം റഹീമിന്റെ കോഴിക്കോട് കോടമ്പുഴയിലുള്ള വീട്ടിൽ നേരിട്ടെത്തിച്ചു. ബോബി ചെമ്മണ്ണൂർ എന്ന ബോച്ചയാണ് ക്രൗഡ് ഫണ്ടിങ്ങിന് മുന്നിൽ നിന്നത്. സ്നേഹവും കരുണയുമുള്ള മലയാളികൾ ഒത്തുചേർന്നു. 72ഓളം കൂട്ടായ്മകൾ. ഒന്നും അസാധ്യമല്ലെന്ന് മലയാളികൾ തെളിയിച്ചു. 5 വയസ്സുള്ളൊരു കുട്ടി എന്തോ അവരുടെ സ്വപ്നത്തിന് വേണ്ടി ദിവസേന പൈസ ഇട്ട് വെച്ച ചില്ലറ പൈസകൾ നോട്ട് കുടുക്ക പൊട്ടിച്ചിട്ട് തന്നു. അതൊക്കെ മാതൃകയാണ്. അതുപോലെ ഒരു സ്ത്രീ കഴുത്തിലെ താലിയും കുരിശും ഊരി തന്നു. ഞാൻ സഹോദരി താലി വേണ്ട, ഞാൻ ചോദിച്ചു എന്താ താലി? ചിലപ്പോൾ ഈ ഡൈവോഴ്സായിട്ട് ആ വൈരാഗ്യത്തിന് ഇത് ചിലവർ പറിച്ചു കളയേ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിനുള്ള വൈരാഗ്യം കൂടി അല്ലല്ല, ഞാൻ ഭർത്താവിൻ്റെ കൂടെ തന്നെയാണ്, പക്ഷെ തരാനാണ്. പക്ഷെ ഓച്ചറിയുള്ള പെൺകുട്ടിയാണ്. ജനങ്ങളുടെ കൂട്ടായ്മയുടെ മുമ്പിൽ, മനുഷ്യ നന്മയുടെ മുമ്പിൽ ഒരു തുകയും വലുതല്ല. ഒരു പ്രതിസന്ധിയും തരണം ചെയ്യാൻ മനുഷ്യ നന്മക്ക് കൂട്ടായ്മക്ക് പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ജനങ്ങളാകെ തടിച്ചുകൂടില്ലേ. ഇതുമായി പല നിലയിൽ എല്ലാവരും പങ്കുവച്ചിട്ടുണ്ട്. ഓരോരുത്തർക്ക് സാധ്യമാകുന്ന നിലയിൽ അവർ പങ്കുവച്ചിട്ടുണ്ട്. അതൊരു പ്രത്യേകതയാണ്. ദ റിയൽ കേരള സ്റ്റോറി ഇതാണ്. എല്ലാവർക്കും നന്ദി. എനിക്ക് നിങ്ങൾ സഹായിച്ചതിനൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരട്ടെ. എല്ലാവരോടും നന്ദി. അസ്സലാമലൈക്കും. മകൻ വന്നിട്ട് കണ്ടാൽ മതി അല്ലേ? കാണട്ടെ, എത്രയും പെട്ടെന്ന് എത്തി വരട്ടെ, കാണട്ടെ. എന്നിട്ട് ഓന് വന്നിട്ട് നിങ്ങളൊക്കെ വേണ്ടി നിങ്ങൾക്ക് നന്ദി പറയാനും ഓന് ഞാനും. 2006 ഡിസംബറിലാണ് MP അബ്ദുൾ റഹീമിന് വധശിക്ഷ ലഭിക്കുന്ന സംഭവം നടക്കുന്നത്. റഹീം സൗദിയിലെത്തിയതിന്റെ 28ാം ദിവസം സ്വദേശി പൗരനായ ഫായിസ് അബ്ദുറഹ്മാന്റെ കഴുത്തിനു താഴെ ശരീരം തളർന്ന മകൻ അനസിനെ പരിചരിക്കലായിരുന്നു റഹീമിന്റെ ജോലി. വാഹനത്തിൽ ഷോപ്പിംഗ് മാളിലേക്ക് അനസിനെയും കൊണ്ടുപോകുമ്പോൾ
റെഡ് സിഗ്നൽ ലംഘിക്കാൻ അനസ് ആവശ്യപ്പെട്ടു. ഇതനുസരിക്കാതെ വന്നപ്പോൾ റഹീമിന്റെ മുഖത്ത് ആവർത്തിച്ചു തുപ്പി. തടയാൻ ശ്രമിക്കുന്നതിനിടെ കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുന്ന ഉപകരണത്തിൽ കൈ തട്ടുകയും അനസ് അബോധാവസ്ഥയിലേക്ക് പോയി പിന്നീട് മരിക്കുകയുമായിരുന്നു. പിടിക്കപ്പെട്ട് ജയിലിലാകുമ്പോൾ മുഹമ്മദ് റഹീമിന് പ്രായം 26 വയസ്സ്. അന്നു മുതൽ 18 വർഷം ജയിലിൽ. ഈ കേസുകളിലൊക്കെ ഡെത്ത് പെനാൽറ്റി വിധിച്ചതാണ് കോടതി. എന്നിരുന്നാലും സൗദി അറേബ്യയിലെ നിയമത്തിനുള്ള ഒരു പഴുതാണ് ദിയ എന്നുള്ളത്. അതാണ് നമ്മൾ ഡെത്ത് കോമ്പൻസേഷൻ കൊടുത്തിട്ട് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത്. അതാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ശിക്ഷയും ശിക്ഷാ ഇളവും നൽകുന്നത് സൗദി കോടതികളും സൗദിയിലെ തന്നെ നിയമവുമാണ്. അതാണ് ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ കരുത്തും കരുതലും. 18 വർഷമാണ് റഹീം സൗദിയിലെ ജയിലിൽ കഴിഞ്ഞത്. മരണപ്പെട്ട അനസിന്റെ ഇളയ സഹോദരൻ പ്രായപൂർത്തിയാകുന്നതുവരെയുള്ള കാത്തിരിപ്പ്, പിന്നീട് ആ കുട്ടിയുടെ കൂടി അഭിപ്രായം തേടൽ. ഇതിനെല്ലാം ശേഷമാണ് ബ്ലഡ് മണി അഥവാ ദിയ ധനം സ്വീകരിച്ച് റഹീമിനെ മോചിപ്പിക്കാൻ ധാരണയായത് കഴിഞ്ഞ നവംബറിൽ. നിലവിൽ അവരുടെ കുടുംബം ദിയ വാങ്ങിച്ചാണ് അവരുടെ മാപ്പ് അപേക്ഷ കോടതിയിൽ നൽകിയത്. ആ അപേക്ഷയുടെ മേൽ ഇനി കോടതി വിധി പറയുകയും അത് മോചന വിധിയായിട്ട് കോടതി ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് റഹീമിന് പുറത്തേക്ക് വരാനുള്ള അവസരമുണ്ടാവുക. നാടും പ്രവാസ ലോകവും കൈകോർത്ത് കൊണ്ട് നടത്തിയ വലിയ പരിശ്രമം അവസാനം അഭിമാനകരമായ വിജയത്തിലാണ് കലാശിച്ചത്. മലയാളി സമൂഹത്തിന് എന്നും അഭിമാനിക്കാവുന്ന ഒരു വലിയ കൂട്ടായ പരിശ്രമമാണ് ഈ വിഷയത്തിൽ നടന്നത്. കേരളത്തിൽ സ്വരൂപിച്ച പണം വിദേശകാര്യ മന്ത്രാലയം വഴി സൗദിയിലെ ഇന്ത്യൻ എംബസിയിൽ എത്തണം. പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ചെക്ക് അനസിന്റെ കുടുംബത്തിന് കൈമാറാൻ തയ്യാറാണെന്ന് അറിയിക്കണം. പണം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അവർ കോടതിയെ തിരിച്ചും അറിയിക്കണം. ഇനിയും ശേഷിക്കുന്നുണ്ട് നിയമപരമായ ഇത്തരം നടപടിക്രമങ്ങൾ. റിയാദ് ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ഒരു ഇക്രാർ സുൽഹ് ഉണ്ടാക്കേണ്ടതുണ്ട്. അത് 2 ലോയേഴ്സും കൂടി പോയിട്ട് ഉണ്ടാക്കേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് ആ ഇക്രാർ സുൽഹ് നേരെ കോടതിയിലേക്ക് പോവുകയും കോടതി ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ആ ചെക്ക് പേയ്മെന്റ് റിസീവ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ആ പേയ്മെന്റ് റിസീവ് ചെയ്തതിനു ശേഷം തിരിച്ച് പിന്നെയും ആ പ്രോസസ് കോടതിയിലേക്ക് തന്നെ പോവുകയും കോടതിയിൽ നിന്ന് റിലീസ് ഓർഡർ ഇഷ്യൂ ആവുകയും ചെയ്യും. അബ്ദുറഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ 2 വർഷമായിട്ട് നമ്മൾ റിയാദ് പൊതുസമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കുകയാണ്. വളരെ ആത്മാർത്ഥമായിട്ട് ഈ രാജ്യത്തെ നിയമങ്ങളെല്ലാം അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് നീക്കുന്നത്. ഇന്ത്യൻ ബാങ്കിലുള്ള അക്കൗണ്ടിലുള്ള പൈസ ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിലേക്ക് വരണം. അപ്പോൾ ഇതിനകത്ത് വ്യക്തികളല്ല ഈ ഫണ്ട് കൈമാറുക. ഇന്ത്യൻ എംബസിയാണ് സൗദി കോടതിയിലേക്ക് ഈ തുക കൈമാറുക. ആ തുക അക്സെപ്റ്റ് ചെയ്തതിനു ശേഷമാണ് റഹീമിന്റെ മോചനം സാധ്യമാവുക. റഹീം സൗദിയിൽ ഇറങ്ങില്ല, നേരെ ഇവിടെ നിന്ന് നാട്ടിലായിരിക്കും എത്തുക. നല്ല വാക്കുകളും നന്ദിയും ആർക്കും പറഞ്ഞാൽ തീരില്ല. മലയാളികൾക്ക് മുന്നിൽ ഒരു മഹാമേരുവുമില്ലെന്ന് അവർ തെളിയിച്ചു. ജയിലിൽ നിന്നും പുറത്തിറങ്ങി നേരെ വിമാനത്താവളത്തിലേക്കാകും റഹീം പോകുക. 18 വർഷം മുൻപ് പറന്നുപോയ കരിപ്പൂരിലെത്തി അവിടെ നിന്നും വീട്ടിലേക്ക്, ഉമ്മയുടെ സ്നേഹത്തണലിലേക്ക്. മലയാളികൾക്ക് നിറഞ്ഞ മനസ്സോടെ അഭിമാനിക്കാം. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി.